ഏതായാലും ലോക്സഭ 27-ാം തീയതി 11 മണി വരെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പ്രതിപക്ഷത്തിന്റെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ലോക്സഭയിൽ അരങ്ങേറിയത്. രാജിയില്ലാതെ ഒരു ചർച്ചയ്ക്കില്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ ഒരു ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, വീണ്ടും ഇരുസഭകളും വീണ്ടും ചേർന്നപ്പോഴും ഈ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടത്. നമുക്കറിയാം, ലോക്സഭയിൽ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉടലെടുത്തത്. ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറാണ് എന്ന് സ്പീക്കർ അടക്കം പറയുമ്പോഴും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഒരു ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. എന്തായാലും ലോക്സഭ 27-ാം തീയതി വരെ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കണ്ടത് ലോക്സഭ ആദ്യം ചേർന്നപ്പോഴും പ്രതിഷേധം തുടർന്നു. അങ്ങനെ രണ്ടാമത് 12 മണിക്ക് വീണ്ടും ചേർന്നപ്പോഴും വലിയ പ്രതിഷേധത്തിനാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ഈ നടപടികളോട് സഹകരിക്കണമെന്നും ചർച്ച ആകാമെന്നും ഉപാധികളില്ലാത്ത ഏത് ചർച്ചയ്ക്കും ഭരണപക്ഷം തയ്യാറാണെന്നും മാത്രമല്ല, പ്രധാനമന്ത്രി ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ നിയമനിർമ്മാണം അടക്കം കർശന നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ കിരൺ റിജിജു പറഞ്ഞു. പ്രതിപക്ഷം ഈ സഭയോട് സഹകരിക്കണം, ചർച്ചയ്ക്ക് തയ്യാറായിട്ടും അതിനോട് എതിർത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് അത് തെറ്റായ സന്ദേശമായിരിക്കും നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചു. പക്ഷേ പ്രതിപക്ഷം അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ആ രാജിക്ക് അപ്പുറത്തേക്ക് വേറെ ചർച്ചയൊന്നുമില്ല, ചർച്ച അതിനുശേഷമാകാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭാതലത്തിൽ അത് പറയുകയും ചെയ്തു. ഏതായാലും ഈ സഭയുടെ മാന്യത, ഡെക്കോറം പാലിക്കണമെന്ന് ചെയറിലുണ്ടായിരുന്ന ജഗദാംബിക പാലടക്കം പറഞ്ഞെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. പ്രതിഷേധം തുടരുകയാണ് ചെയ്തത്. വലിയ പ്രതിഷേധം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും സഭ ഇനി തിങ്കളാഴ്ചയായിരിക്കും ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം തന്നെയാണ് 11 മണിക്ക് ചേർന്നപ്പോഴും വീണ്ടും 12 മണിക്ക് ചേർന്നപ്പോഴും ഉണ്ടായത്. രാജ്യസഭ 2 മണി വരെയാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രസ്താവന നടത്തണം ഈ കാര്യത്തിൽ എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്യണമെന്ന ആവശ്യവും കൂടി മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിലും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും ഇരു സഭകളും ഇന്നും പ്രക്ഷുബ്ധമാണ്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇരു സഭകളിലും ഇന്നും അരങ്ങേറിയത്. ഏതായാലും ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭ 2 മണി വരെയും പിരിഞ്ഞിരിക്കുകയാണ്. വീണ്ടും പാർലമെന്റിൽ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് വീണ്ടും ഇരുസഭകളും പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ലോക്സഭ അടുത്ത തിങ്കളാഴ്ച 11 മണിക്ക് വീണ്ടും ചേരും എന്നതാണ് ഇനിയിപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും 27-ാം തീയതി വരെ ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 മണി വരെ രാജ്യസഭയും പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് വീണ്ടും 5-ാം ദിനവും ഇരുസഭകളും പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റ് ഒരു നടപടിക്കും തയ്യാറല്ല, ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നടക്കമുള്ള കർശനമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.